ನಾ ಬರ್ತೀನಿ ಅಲ್ಲಿಗೆ. ബോഡി കിട്ടാതെ കേസ് എവിടെ എത്തില്ല സണ്ണി. ആണല്ലേ? ഓക്കെ. ബോഡി അവർക്ക് കിട്ടുമോ? ഓടി കിട്ടില്ല. കിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇവിടെ ചോരയില്ലാതെ വേറെ ഇല്ല, വാ പുറത്ത് വാ. अब ये इनको स्टॉक कर रहा है ना. ओह, वहाँ चला गया. इसको तो सब पता चल जाएगा फिर. उसके लेंसेज हैं. उससे मैच खा जाएगा ना. मैच हो गया. ब्लड. ನಾ ಲೊಕೇಶನ್ ಕಳಿಸ್ತೀನಿ. ಒಂದು ನಿಮಿಷ, ഞാൻ ಕಾಲ್ ಮಾಡ್ತೀನಿ. ശരിക്കും പേര് ചന്ദ്ര എന്ന് തന്നെയാണോ? ശരിക്കും നീലി. നീലി. നീലി എന്ന് പറയുമ്പോ ഈ കള്ളിയങ്കാട്ട് अच्छे से भी सुनी है वाली स्टोरी ना. അത് ഞാനാ. वो कहानी शायद फेमस है ना. हाँ, പക്ഷെ കത്തനാരോ മറ്റോ തലയിൽ ആണി അടിച്ച് കൊന്നു എന്നാണല്ലോ കേട്ട്. मुझे सबको वही स्टोरी पता है. क्या हुआ? इसने बचाया था शायद इसे फिर. നിന്നെ തളച്ചു എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. अच्छा. കൊല്ലാനല്ല. इसने मारा नहीं था उसे. हाँ. നിന്റെ ബലഹീനതകളും ശക്തികളും എന്തൊക്കെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മൃത്യുവിനെ തോൽപ്പിക്കാൻ ശേഷിയില്ല എന്തോ രക്തത്തിൽ കലർന്ന കാരണമാണ് നീ ഇങ്ങനെ ആയത്. നിന്നെപ്പോലെ നീ മാത്രമല്ല നീലി, മറ്റു ചിലർ കൂടിയുണ്ട്. മനുഷ്യരെയല്ല, ഇവിടെ ഉള്ള ആളുകളുമല്ല. അതിൽ നിന്നെപ്പോലെ നല്ല ആളുകളുമുണ്ട്, അതേപോലെ തന്നെ അപകടകാരികളും. ഓരോരുത്തർക്കും പലതരം ശക്തികളും ബലഹീനതകളുമാണ്. എന്നെപ്പോലെ വെറൊരു മനുഷ്യന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്ക് ഒറ്റയ്ക്ക് തളയ്ക്കാൻ പറ്റാത്ത രണ്ടുപേരുണ്ട്. പിടികൂടാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. कौन दूर? ആരാ ആ രണ്ടുപേര്? ഒരുത്തൻ ഒരു ചാത്തന. ചാത്തന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നീലി? എല്ലാം പറഞ്ഞുതരാം. അതിനു മുൻപ് നമുക്കൊരാളെ പോയി കാണണം. ആരാ? മൂത്തോൻ. मोतन. ये कौन है? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനിതൊക്കെ മിത്താണെന്നാ വിചാരിച്ചിരുന്നത്. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. अच्छा, उसने वो वाला रूम भी देख लिया जो उनका सीक्रेट वाला है. द टेल ऑफ. अच्छा, वही वाली है नहीं? आ गई वो. तो आ गई. वहीं से थोड़ी आ सकते हैं, तो कहीं से भी आ सकती है. ஏய், நீ யாரு? என்ன பிளாக் மேஜிக்கா பண்ற? எனக்கு நல்லா தெரியும் நீ தான் அவங்கள கொன்னதுன்னு. அவனுங்கெல்லாம் யாரு, யாரோட ஆளுங்கன்னு தெரியுமா? உன்னையும் உன் கூட சுற்றினு இருக்கானே அவனையும் சேர்த்து கொள்வானுங்க. நான் போனோன்னே வருவானுங்க பாரு. அதுக்கு நீ போனா தானே. ओ.
സണ്ണി ഇവിടുന്ന് പോ. അയാളൊന്നും ചെയ്യരുത്. വേറെ വഴിയില്ല. കൊന്ന പണിയാവും. പോലീസുകാരനാണ്. ചന്ദ്ര ഇവിടുന്ന് പോയാ പോരെ അടുത്ത സ്ഥലത്തേക്ക്? इतने में तो उसको मौका मिल गया कुछ करने का. शिट. उस पे तो नहीं लगी. इसको की गोली इसको छूते भी गई वो. कूद गया वो भी. रिक्शा भी मिल गई उसको. ഇത് ഏത് സ്ഥലം? ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. ഞങ്ങളെങ്ങനെ കൊണ്ടുവിടുന്നേ? ഇവിടെ എന്താണ് വെട്ടവും വിളിച്ചു? क्या हो गया इसको? यहाँ क्यों आई है? हॉस्पिटल नहीं जा सकती ना वो. हॉस्पिटल जाएंगे तो फंस जाएंगे. ഇതാണോ താൻ പറഞ്ഞ ക്ലിനിക്ക്? तो ये कमजोर पड़ रही है ना ब्लड देख के उसका. സണ്ണിയുടെ ഫോട്ടോയും ചന്ദ്രയുടെ ഫോട്ടോ ഒക്കെ ന്യൂസില്. പോലീസും എൻഐയും ഒക്കെ നമ്മുടെ ഫ്ലാറ്റും അവരുടെ ഫ്ലാറ്റും കയറി ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്ര ടെററിസ്റ്റ് ആണ് ന്യൂസ് മൊത്തം കാണിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ. വേറെ എവിടെയും പോകാൻ പറ്റില്ല. സണ്ണിക്ക് വേണു തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. വേണു ആ ഇഞ്ചറി ഒന്ന് ചെക്ക് ചെയ്യ്. കണ്ടിട്ട് ഫ്ലഷ് ഉണ്ടാന്ന് തോന്നുന്നു. എടാ ഒന്ന് നോക്കണം. എടാ നിനക്ക് അറിയാലോ എനിക്കൊന്ന് അറിഞ്ഞോളൂ. എനിക്ക് ആകെ കുറച്ച് തിയറി അറിയാൻ പാടുള്ളൂ. പ്രാക്ടിക്കലൊന്നും ഞാൻ പാസ്സായിട്ടില്ലടാ. ചന്ദ്രക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എടാ പുല്ലേ അവിടെ ചോരയുണ്ട് തലയറി നിൽക്കുന്ന കാണാമല്ലേ? നീ ഒന്നും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? എന്തെങ്കിലും ചെയ്യേ. ബ്ലീഡിങ് നിർത്തിയാൽ മതി. കണ്ടിട്ട് ഫ്ലഷ് വൂണ്ടാണ്. അല്ലെങ്കിൽ ഹെമറാജിക് ഷോക്ക് ഉണ്ടാവും. പിന്നെ ഏറി 5 മിനിറ്റ് സണ്ണി വിൽ ഡൈ. നിനക്കൊന്നും പറ്റില്ല. ഞാൻ നോക്കിക്കോളാം. ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്താൽ മതി. മിണ്ടാതിരിക്കാവോ? നീ ഓട്ടോ കടം പോയി നോക്കി. നമുക്കൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാവാം. വേണു ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ പോയാൽ ശരിയാവില്ല. താനൊന്നും പറയണ്ട. താനേ ഈ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയത്. നീ ചെല്ലണം. നൈജില വേണ്ട. താൻ ആരോ ഓർഡർ ഇടാൻ? നീ ചെല്ലണം. तो जाने लगी है. क्या? ओह. ഈ പുള്ളിക്കാരിയെ കൊണ്ട് വേണു. ചന്ദ്ര മാറ്. വെറുതെ എന്റെ കൈ इसको हिला भी नहीं पा रहा हूँ. ഞാൻ പറയുന്ന പോലെ ചെയ്. ചന്ദ്ര അവര് വിട്. That was investigating officer Inspector Nachapagoda who declined to comment. ഞാനാ നീ ഇതെവിടെയാ? മൈക്കിളിന്റെ ക്ലിനിക്കില്. നീ എന്തിനാ അവന്റെ അടുത്തേക്ക് പോയത്? ജോണിയെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയാ പോരായിരുന്നോ? മൈക്കിളിനെയും കൂടെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. അവനൊരു ബോധമില്ലാത്തവന്. ഈ പിള്ളേര് ഈ ഒരു അവസ്ഥയിൽ അവരെ വിട്ടിട്ട് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവർക്കുണ്ടായത്. വേണ്ട. ये तो वही ना मुतुन. നീ ഇവിടെ നിൽക്കണ്ടെന്ന് മൂത്തോൻ പറയുന്നത്. അല്ല ഞാൻ പറയുന്ന കേക്ക്. ഇവിടെ ഇതിലും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോവാന്ന മൂത്തോൻ പറയുന്നത്. മൂപ്പരുടെ കൂടെ നിൽക്കാൻ വേണ്ടി നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അപ്പോഴാ നീ എത്രയും പെട്ടെന്ന് ജോണി അടുത്തേക്ക് ചെല്ല്. That was investigating officer Inspector Nachapagoda who declined to comment. Join with us on this special 1-hour exclusive as we investigate organ trade in the city. It's impactful. I would like to have a whiskey on the rocks, please. That the suspect's whereabouts remain unknown at this time.
prompting a massive manhunt. हर जगह उन दोनों की फोटो चल रही है। Managed to flee इसने तो देखा है उनको। शिट, ये कौन है? वो रिक्शा वाला the authorities have जो उनको वहां अच्छा, लेके गया था ये माइकल रहता के। हाँ, ನ್ಯೂಸಲ್ಲಿ ತೋರಿಸ್ತಾ ಇರೋ इसी ने तो छोड़ा था क्लिनिक में। ಇಲ್ಲೇ ಕ್ಲಿನಿಕ್ ಹತ್ರ ನೋಡಿದೆ ಸರ್. ಹೌದು ಸರ್. अच्छा, इसी ने छोड़ा था उन्हें क्लिनिक में। ये टॉमी थॉमस है। and extremely dangerous. ഈ സംഭവവികാസങ്ങൾ കണക്കിലെടുത്ത് ചന്ദ്രയ്ക്കും 23 വയസ്സുള്ള സണ്ണി കുര്യനും വേണ്ടി UAPA നിയമപ്രകാരം ലുക്കൌട്ട് നോട്ടീസ് ये तो वही है। सब इनसाइड भी इसमें। ये है ना। ಚಂದ್ರ ಮತ್ತು ಸನ್ನಿ ಕುರಿಯನ್ ಇವರ ವಿರುದ್ಧ ಲುಕ್ಔಟ್ ಕಾಂಪ್ರಮೈಸ್ ಅಂತ ಹೇಳಿ ಕರ್ಸಿ ಅತ್ಯಂತ ಅಪಾಯಕಾರಿ ಎಲ್ಲ ಈಗ ಬರ್ತಾರೆ. ಆರೋಪಿಗಳಿಗೆ ಸಂಬಂಧಿಸಿದ ಯಾವುದೇ ಮಾಹಿತಿ ಲಭ್ಯವಾದರೂ ತಕ್ಷಣವೇ ಇಲಾಖೆಗೆ ತಿಳಿಸುವಂತೆ ಮನವಿ ಮಾಡಿರುವ ಇಲಾಖೆ ನಿಖರವಾದ ಮಾಹಿತಿ ನೀಡಿದವರಿಗೆ ಸರ್ಕಾರದ ವತಿಯಿಂದ ಬಹುಮಾನವನ್ನ. Is she the girl? Yeah. Shall I enforce the guerrilla force? Ask them to shoot here. Or here. And find Matt Chippa. I need him. इसके अंदर भी आ जाएगी वो सुपर पावर ना। इसके अंदर हाँ, क्योंकि उसने से काटा था ना। हाँ, ಬ್ಲಡ್ ಟೆಸ್ಟ್ ಅಲ್ಲಿ ಸ್ವಲ್ಪ ವೇರಿಯೇಷನ್ಸ್ ಇದೆ. ಯಾವುದಕ್ಕೂ ಇನ್ನೊಂದ್ಸಲ ಬ್ಲಡ್ ಟೆಸ್ಟ್ ಮಾಡಿ ನೋಡಿ. ಅಮ್ಮ, ಒಂದು ನಿಮಿಷ. ಇಬ್ರು ತಪ್ಪಿಸ್ಕೊಂಡ್ಬಿಟ್ರು ನಿನ್ನಿಂದಾನೆ. ಹುಡುಗ ಸುಂದರ್ ಬರ್ತಿದಾನ ಇಲ್ವಾ? ಏಯ್, ಬಾಯಿಗೇನ್ ಬೀಗ ಹಾಕಿದ್ಯಾ? ಗಜೇಂದ್ರನ ಹತ್ರ ಹೇಳು, ಆ ನನ್ನ ಮಕ್ಕಳನ್ನ ಹಿಡ್ತೀನಿ. ಮುಚ್ಕೊಂಡಿರು. ಇಬ್ರು ತಪ್ಪಿಸ್ಕೊಂಡಿದ್ದ ನಿನ್ನಿಂದ. ಅವ್ರೇನಾದ್ರು ಮೀಡಿಯಾ ಹತ್ರ ಹೋದೆ ಸರಿಯಾಗಿದೆ ನಮ್ಗೆಲ್ಲ. ನಿನ್ ತಾಯಿನ ಕರ್ಕೊಂಡು ಹೊರಡಿಲ್ಲಿಂದ ಹೊರಡ್. ಗಜೇಂದ್ರ ನನ್ಗೆ ಏನ್ ಮಾಡ್ಬೇಕಂತ ಚೆನ್ನಾಗಿ ಗೊತ್ತಿದೆ. ಅಸ್ಲಿ ಗಂಡಸು ಕೆಲಸ ಇದೆ. ಹೋಗ್ ಜಗದೀಶ್. ಅವರಿಬ್ಬರ ಬಗ್ಗೆ ಏನಾದರೂ ಇನ್ಫಾರ್ಮೇಶನ್ ಸಿಕ್ಕಿದ್ರೆ ಮೊದಲ ನನಗೆ ಹೇಳು. ಆಯ್ತು ಸರ್. वो जो सब सुनाई दे रहा ना, हल्का सा साउंड भी। खून पीने का मन भी कर रहा उसका। ಓಹೋ, ನಾನು ನಾಚಪ್ಪಾಡ ಫ್ಯಾಮಿಲಿ ಡಾಕ್ಟರ್. ನನಗೆ ಅವರ ಹತ್ರ ಸ್ವಲ್ಪ ಪ್ರೈವೇಟ್ ಟೈಮ್ ಮಾತಾಡಬೇಕು. ಎಸ್ ಸರ್. താങ്ക് യു. അവൾ നിങ്ങളെ എന്താ ചെയ്തത്? കടിച്ചു അല്ലേ? നീ ആര്? ഞാനൊരു ഡോക്ടറാടൂ. ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ. അവ ആര്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ സ്ത്രീയല്ല അവൾ. നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ? യക്ഷി, ചാത്തൻ, മാടൻ, ഒടിയൻ, അങ്ങനെ പലതും. അതൊന്നും വെറും കെട്ടുകഥകളല്ല. നമ്മുടെ ഇടയിൽ നമ്മൾ പോലും അറിയാതെ ജീവിക്കുന്നുണ്ടവൾ. ഇതെല്ലാം உங்களுக்கு எப்படி தெரியும்? ഇതൊരു വൈറസ് ഇൻഫെക്ഷനാണ്. എന്ത് വൈറസ് ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരുന്നുമില്ല. ഞാൻ നിങ്ങളുടെ കുറച്ച് ചോര എടുത്തിട്ടുണ്ട്. പറ്റിയ വീണ്ടും കാണാം. कर दिया उसने इसका इलाज। വേദന ഇപ്പൊ കുറയും. മോർഫിൻ ഷോട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ എഫക്റ്റ് പാവം. നെഗറ്റീവ് കുറെ പോയല്ലേ, കുറച്ചെടുത്ത്. ഐ എം സോറി സണ്ണി, എനിക്ക് ഇവിടെ പോയേ പറ്റൂ. അയ്യോ, ഇപ്പൊ ഞങ്ങളോ? സണ്ണി മീഡിയയുടെ അടുത്ത് പോകണം.
എന്നിട്ട് നടന്നതെല്ലാം അവരോട് പറയണം. ഞാനാണ് അവരെ കൊന്നത്, ഒറ്റയ്ക്ക്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സണ്ണിയെ യൂസ് ചെയ്തു. എനിക്കെന്താ കുത്തിവെച്ച് മോർഫിൻ. ഐറ്റം കൊള്ളാം. എന്താ? ഈ സൺലൈറ്റ് അല്ലാതെ വേറെന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ? ഉണ്ട്. ഹാർട്ട്. ഹാർട്ടാണ് വീക്ക്നെസ്. ഹാർട്ട് നിന്നാ മരിക്കും. ചന്ദ്ര എന്നെ കടിച്ചാ എനിക്ക് ചന്ദ്രയെ പോലെ ആവാൻ പറ്റുമോ? കടിച്ചാ എന്റെ ഉള്ളിലുള്ള വൈറസ് സണ്ണിയുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. വളരെ അപൂർവമേ മനുഷ്യ ശരീരത്തിൽ ഈ വൈറസിന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റൂ. ഒരു ക്ലീൻ ഹെൽത്തി ബോഡി ആണെങ്കിൽ ചിലപ്പോൾ എന്നെ പോലെയാവും. സണ്ണിയുടെ അങ്ങനെയല്ലല്ലോ, മൊത്തം കള്ളും പോകുകയല്ലേ. देखो उसके दांत भी वैसे ही बनने लग गए. ഒരാഴ്ചക്കകം റേബീസ് പോലൊരു അസുഖം വരും, മരിക്കും. दांत. हाँ ऊपर से आने लगे उसके. मतलब इसकी भी हेल्दी बॉडी है ना. हाँ वो कुछ नहीं, वो शराब सिगरेट कुछ नहीं पीता वो. उसे बहुत तेज सुनाई दे रहा है. ಹಲೋ ಜಗದೀಶ್ ಹುಡುಗರು ಟ್ರೇ ಸಾಗಿರುವ ಜಾಗ ಬಂದಿದೆ. ಒಳಗಡೆ ಯಾರೋ ಇದಂಗಿದೆ, ನೋಡ್ಲಾ? ಹಾ ನೋಡು, ನಾನು ಸಾರ್ನ ಕರ್ಕೊಂಡು ಬೇಗ ಬರ್ತೀನಿ.